തന്റെ അച്ഛൻ വിളിച്ച് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അത് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് എങ്ങനെ സാധിക്കും? തോൽപ്പിക്കാനുള്ള ചോദ്യങ്ങൾക്ക് പണ്ടും വരുണിന് ക്ഷാമമില്ലല്ലോ. ആ കുഴപ്പമില്ല. ഭാഗ്യമുള്ളവരെ സിനിമയിൽ നായികയാവും, ഭാഗ്യമില്ലാത്തവര് വീട്ടിനകത്ത് ഒതുങ്ങും. ഈ വീട്ടിനകത്ത് ഞാൻ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞ അത് വരുണിന്റെ ഭാര്യയായിട്ടാ. ഇനി മേലാൽ തമ്മിൽ പിരിയുന്ന കാര്യം വരുൺ എന്നോട് സംസാരിച്ച് പോരുത്. ആ അധ്യായം അവസാനിച്ചു. ഇനി ഞാൻ വരുണിന്റെ ഭാര്യ, കണിമംഗലത്തെ മരുമകളാ, ഇവിടുത്തെ എല്ലാത്തിനും അവകാശിയുവാ. അത്രയ്ക്കൊക്കെ വാശിയിൽ താൻ ചിന്തിച്ചാലേ നടന്നതൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരും. എന്ത് നടന്നത്? അച്ഛന്റെ അമ്മയുടെ മുൻപില് ഞാനൊന്ന് കരഞ്ഞാലേ അവിടെ തീരും വരുണിന്റെ എല്ലാ വാദങ്ങളും. ഇനി എന്നോട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ച ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ: എനിക്ക് സൗകര്യമില്ല. മോനെ, മുത്തശ്ശിയെല്ലാം കേട്ടോ? നിങ്ങളുടെ സംസാരം ഞാൻ തുടക്കം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും മുത്തശ്ശി രാധികയുമായിട്ട് ചേരാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടും അതില്ലാതാക്കിയത് രാധിക തന്നെയാ. ഇനി എൻ്റെ ജീവിതം മുഴുവൻ ആ പോയ പെണ്ണിനെ സഹിക്കണം. മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ 10 ദിവസമല്ല 10 വർഷം കഴിഞ്ഞാലും ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന്? ഇല്ല, നിന്റെ മനസ്സിൽ നിന്നും രാധികയെക്കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും പോവില്ല എന്ന് മുത്തശ്ശിക്കറിയാം. ഇനി പറഞ്ഞെന്നെ മോഹിപ്പിക്കേണ്ട മുത്തശ്ശി. രാധികയ്ക്കിപ്പോ എന്നോട് പിണക്കമാണ്. അയാൾ വല്ലാണ്ട് അകന്നിരിക്കുന്നു. അവളുടെ സാഹചര്യം അങ്ങനെയല്ലേ മോനെ? അവളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അവള് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കും, അച്ഛനമ്മമാരെ കുറിച്ച് ചിന്തിക്കും, അനുജത്തിയെക്കുറിച്ച് ചിന്തിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ? ഇപ്പൊ നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? രാധികയുടെ പിണക്കമല്ലേ? അത് മുത്തശ്ശി തീർത്ത് തന്നാലോ? എങ്ങനെ? നീ ഒന്ന് ക്ഷമിക്കേ. രാധിക വന്ന് ഇവിടെ നിന്റെ അടുത്ത് നിന്നാ പോരെ? നല്ല രീതിയിൽ സംസാരിച്ചാ പോരെ? അതിനുള്ള മാർഗം നിനക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാടാ നിന്നെ കൊച്ചുമോനെന്ന് വിളിക്കുന്നേ? മുത്തശ്ശിക്ക് കുറച്ച് സമയം താ, വളരെ കുറച്ച് സമയം. മുത്തശ്ശി രാധികയെ ഇവിടെ എത്തിച്ചിരിക്കും. മുത്തശ്ശിയോട് അല്ലാതെ എനിക്ക് ഈ കാര്യം വേറെ ആരോടും പറയാനില്ല. എനിക്ക് അയാളെ വേണം മുത്തശ്ശി. എൻ്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ എനിക്ക് അയാൾക്ക് കൊടുക്കണം. നീ അവളുടെ കഴുത്തിൽ കെട്ടിയ ഒരു താലിയുണ്ടല്ലോ, ഒരു താലിമാല. ആ മാല തന്നെയാണ് മാർഗം.